നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം അടുത്തതായി ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഒരാഴ്ചക്കാലത്തെ വാരഫലമാകുന്നു. ഈ വാരഫലത്തിൽ നാം ചിന്തിക്കുന്ന ദിനങ്ങൾ 2025 മെയ് 24 മുതൽ മെയ് 31 വരെയുള്ള 7 ദിവസങ്ങളാകുന്നു. ഒരു ശനിയാഴ്ച മുതൽ മറ്റൊരു ശനിയാഴ്ച വരെയുള്ള ദിനങ്ങൾ, അതായത് 1200 ഇടവമാസം 10-ാം തീയതി ശനിയാഴ്ച മുതൽ 17-ാം തീയതി വരെയുള്ള ദിനങ്ങളിലെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ വാരത്തിൽ കാര്യമായി നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള മാറ്റം പ്രധാനമായും വന്നത് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. രാഹു അപ്രകാരം തന്നെ എവിടത്തേക്ക് വന്നു? 11-ാം ഭാവത്തിലേക്ക് വന്നു. ഇത് പ്രധാനപ്പെട്ട മാറ്റങ്ങളാകുന്നു. രാഹു 11-ാം ഭാവത്തിൽ വരുമ്പോൾ രാഹുവിൻ്റെ പുച്ഛമായ വാലായ കേതു ചിങ്ങത്തിലേക്കും പ്രവേശിച്ച് കഴിഞ്ഞു. ഇനി കാര്യമായി മാറുവാനുള്ള ഗ്രഹങ്ങൾ, ശുക്രൻ മേടൻ രാശിയിലേക്ക് വരും ഇടമാസം 17-ാം തീയതി 31-ാം തീയതിയിൽ. അതിനു പുറമെ ജൂൺ ആദ്യവാരം ചൊവ്വ തൻ്റെ നീചസ്ഥിതി കഴിഞ്ഞ് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കും. ഇപ്പോൾ ബുധനും ശക്തമായി ഇടവൻ രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ ഗ്രഹങ്ങളുടെയൊക്കെ ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം ബാധിക്കും മേടം മുതൽ മീനൻ രാശിക്കാരെ എന്ന വിഷയമാണ് ഈ വാരഫലത്തിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. ചിങ്ങൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം, മകംപൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങൻ രാശി. ഇവിടെ ചിങ്ങൻ രാശിയിൽ കേതു നിൽക്കുന്നുണ്ട്. 7-ാം ഭാവത്തിൽ രാഹു, 8-ാം ഭാവത്തിൽ അഷ്ടമത്തിൽ ശുക്രൻ, ശനി, ചന്ദ്രൻ, 10-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, 11-ാം ഭാവത്തിൽ വ്യാഴം, 12-ൽ നീചസ്ഥനായി ചൊവ്വ. ഒരു ഗാർഹിക അന്തരീക്ഷം അത്ര ശുഭകരമായിരിക്കില്ല ഈ ഒരു വാരം. അതിനുമപ്പുറം തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ബുദ്ധിമുട്ടിപ്പിക്കും. കർമ്മമേഖല വലിയ പ്രതിസന്ധിയിലേക്ക് പോകില്ല. കാരണം കർമ്മസ്ഥാനത്ത് ആരൊക്കെയുണ്ട്? സൂര്യനും ബുധനും നിപുണയോഗം ചെയ്തു നിൽക്കുന്നു. സാമ്പത്തികമായ വിഷയത്തിലും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. 11-ൽ വ്യാഴമാണ്, സന്താന വിഷയത്തിലേക്കും അനുകൂലമാണ്. കുറേ കാശ് സന്താനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം. അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കണം. വീട്ടിൽ നിന്നും മാറി നിൽക്കണം. അതിനാൽ മക്കളെയും കൂട്ടി അവരുടെ ഹയർ സ്റ്റഡീസ്, ഭാവി പഠനവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ വ്യാപൃതനാകണം ചിങ്ങൻ രാശിക്കാർ ഈ ഒരു വാരക്കാലം. അജസ്രം ഉദ്യമരഥി, അങ്ങേയറ്റം ഉത്സാഹം പ്രകടിപ്പിക്കണം. അതിനാൽ മക്കളുടെ ഭാവി ആകട്ടെ ഈ വാരം പ്രൈം ഇമ്പോർട്ടൻസ് നൽകേണ്ടത് ആര്? ചിങ്ങം രാശിക്കാർ. കർമ്മമേഖല സമാധാനപരമായിരിക്കും, ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർമാധിപനായ ശുക്രനിത ബലവാനായി വരികയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് ആരോഗ്യ വിഷയത്തിൽ, പ്രത്യേകിച്ച് മെഡിക്കൽ, പാരാമെഡിക്കൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന മറ്റ് ആരോഗ്യ മേഖലയിലൊക്കെ തന്നെ പ്രവേശനം ലഭിക്കാനൊക്കെ ഓടി നടക്കേണ്ടുന്ന സമയമായിരിക്കും ഇത്. അഷ്ടമത്തിൽ ചന്ദ്രനും ശുക്രനുമുണ്ട്. മെഡിസിനൽ പ്ലാനറ്റ്സ് കർമാധിപനായി, മെഡിസിനൽ പ്ലാനറ്റായ ശുക്രൻ കർമാധിപനായി 8-ൽ നിൽക്കുന്നു. ഇവിടെ ലഗ്നത്തിൽ കേതു വന്നു കഴിഞ്ഞു. അനാവശ്യമായ ഉദ്വേഗങ്ങൾ തനിക്ക് കൂടുതൽ വരും. തനുസ്തശകി ബാന്ധവേ ക്ലേശകർത്ത തഥാ ദുർജനേഭ്യോ ഭയം വ്യാകുലത്വം. ലഗ്നത്തിലെ കേതു ബന്ധുക്കൾ കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. ദുർജനങ്ങളിൽ നിന്നും തനിക്ക് ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. കളത്രാദി ചിന്ത സദോദ്വേഗതാജ, എപ്പോഴും ഉദ്വേഗം തന്നെ കൂടുതൽ ഭരിക്കും. ശരീരവ്യധാനേകത മാരുതി സ്യാത്, പല രീതിയിലുള്ള ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകും. വായു സംബന്ധമായ വായുകോപത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. അതിനാൽ ഈ ഒരു വാരം ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം. നിർബന്ധമായും സർപ്പക്ഷേത്രത്തിൽ രാഹുകേതു അർച്ചന അല്ലെങ്കിൽ സർപ്പബലി, ആയില്യ പൂജ ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. ഭാര്യയ്ക്ക് വീട്ടിൽ തീ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഭാര്യാസുഖം കുറയുന്ന സമയമാണ്. അഷ്ടമത്തിലാണ് എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്നത്. തൻ്റെ ശാരീരികമായ വിഷയങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. 8-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ സഭാവിദ്യതേ ഭൈഷജി തസ്യ ഗേഹേ, തൻ്റെ വീട് ഒരു ഹോസ്പിറ്റലാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് 2 സെൻസിലെടുക്കാം. പലപ്പോഴും പഠനം കഴിഞ്ഞ മക്കൾ MBS ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വരും, അല്ലെങ്കിൽ പാരാമെഡിക്കൽ കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരും. അത് വളരെ നല്ലതാണ്. രാഹുകേതു പ്രീതി ചെയ്യണം. 11-ലെ വ്യാഴം നല്ലതാണ്. മാതൃവിധേയന്മാരാണ് അർക്കഭൻ.
ചിങ്ങൻ രാശിക്കാർ അമ്മയോട് കൂറുള്ളവരാണ്. ഇവിടെ ചന്ദ്രനാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്, മാതൃകാരകനായ ചന്ദ്രൻ. മാതൃപതി 4ാം ഭാവാധിപനായ ഗ്രഹമാണ് 12ൽ നിൽക്കുന്നത്. അതിനാൽ അമ്മയുടെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം. ഭൂമി വിഷയം, സഹോദര വിഷയം, അനാവശ്യമായ വാഗ്വാദങ്ങൾ, തർക്കങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തനിക്ക് മാനസികമായ പിരിമുറുക്കങ്ങൾ വരും. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, കർമ്മമേഖലയല്ല തനിക്ക് പാരയായി വരിക. സ്വന്തം വീട്, തറവാട്, സഹോദരങ്ങൾ ഇവർ മൂലമുണ്ടാകുന്ന പല അസ്വസ്ഥതകളും തന്നെ ഭരിക്കുന്ന സമയമാണ്. ദയവ് ചെയ്ത് അതിശക്തമായ തീവ്രമായ നിലപാടുകൾ എടുക്കരുത്. 10ൽ സൂര്യനും ബുധനും വരുമ്പോൾ തന്നെ നിലപാടുകൾ വളരെ തീവ്രമായിരിക്കും. ചിങ്ങൻ രാശിക്കാർക്ക് മാത്രം ഒരു പറഞ്ഞ പ്രത്യേകതയുണ്ട്, തീവ്രമായ ആത്മാവോട് കൂടിയവരാണ്. അതിനാൽ വലിയ വാശിയൊക്കെ ഉപേക്ഷിച്ച് കളയണം ചിങ്ങൻ രാശിക്കാർ. സമാധാനമായിട്ട് ഇരിക്കുക. 12ലെ ചൊവ്വയും ആരോഗ്യ വിഷയത്തിൽ പാദങ്ങൾ, ഡിസ്ക് സംബന്ധിച്ച ബുദ്ധിമുട്ടുകളും ശ്രദ്ധിക്കണം. ഇവിടെ കാര്യമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യണം. ധർമ്മദൈവ സങ്കേതത്തിൽ വിളക്കുമാല പായസം വഴിപാടായി സമർപ്പിക്കണം. ഇപ്പോൾ ധർമ്മദൈവത്തിൻ്റെ 1-ാം തീയതി മലയാള മാസം വരുമ്പോൾ വിളക്കിലേക്ക് എണ്ണയും തിരിയും സമർപ്പിക്കുക. അച്ഛൻ്റെ ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 10ൽ സൂര്യൻ വരുമ്പോൾ അമ്മയ്ക്കാണ് കൂടുതൽ പ്രയാസങ്ങൾ വരിക. ജനന്യാഹ യാതനാം ആദനോതി, അമ്മയ്ക്ക് കൂടുതൽ യാതനകൾ വരും. അതിനാൽ അമ്മയുടെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമമോ കഴിപ്പിക്കുക. ഗാർഹിക അന്തരീക്ഷത്തെ നന്നാക്കിയാൽ ഈ ഒരു വാരക്കാലം ചിങ്ങൻ രാശിക്കാർക്ക് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന വാരമായിരിക്കും ഇത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കർമ്മമേഖലയിലുള്ള ബാലൻസിങ്ങിന് വേണ്ടി കർമ്മമുട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക, ശത്രുസംഹാര പുഷ്പാഞ്ജലിയും ചെയ്യുക. ബാക്കി എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരട്ടെ. ചിങ്ങൻ രാശിക്കാർക്കെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.